നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേരളത്തിൽ മഴ അതിശക്തം. മധ്യ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയുടെ ഫലമായാണ് കേരളത്തിൽ മഴ ശക്തമാവുന്നത്. കേരള തീരത്തെ തെക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തമായി വീശുന്നുണ്ട്. അടുത്ത 3 ദിവസം വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. കേരള തീരത്തു ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. ആലപ്പുഴ ആറാട്ട് വഴിയിൽ അയൽവാസിയുടെ വീടിൻ്റെ മതിലിടിഞ്ഞു വീണ് വിദ്യാർത്ഥി മരിച്ചു. അന്തേക് പറമ്പ് അലിയുടെയും അസീനയുടെയും മകൻ അൽഫയാസ് അലി 14 ആണ് മരിച്ചത്. മലപ്പുറത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ 15-കാരനെ കാണാതായി. പലയിടത്തും മണ്ണിടിഞ്ഞും മരമൊടിഞ്ഞു വീണും മറ്റും വീടുകൾ തകർന്നു. പെരിങ്ങൽകുത്ത്, കല്ലാർകുട്ടി, പമ്പള, മലങ്കര അണക്കെട്ടുകൾ തുറന്നു. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി മുന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മഴ ശക്തമായി തുടരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട്, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി. പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല. BJP നേതാവ് ഓം ബിർള വീണ്ടും ലോക്സഭാ സ്പീക്കർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 2ാം തവണയാണ് അദ്ദേഹം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഓം ബിർളയ്ക്കും കൊടിക്കുന്നിലിനുമായി 16 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. നരേന്ദ്രമോദി ഓം ബിർളയ്ക്കായി അവതരിപ്പിച്ച പ്രമേയം പ്രോട്ടേം സ്പീക്കർ ശബ്ദ വോട്ടോടെ അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്റ് കാര്യ മന്ത്രിയും ചേർന്ന് ഓം ബിർളയെ സ്പീക്കർ പദവി ചെയറിലേക്ക് ആനയിച്ചു. ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിച്ചുകൊണ്ട് സ്പീക്കർ കടമ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ എല്ലാ പിന്തുണയും രാഹുൽ ഗാന്ധിയും സ്പീക്കർക്ക് വാഗ്ദാനം ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ലോക്സഭയിൽ ഓം ബിർള നടത്തിയ പ്രസംഗം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളുടെ 50ാം വാർഷികം ആഘോഷിക്കാൻ അദ്ദേഹം അംഗങ്ങളോട് 2 മിനിറ്റ് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെട്ടതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ നിർത്തിവെക്കേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സഭയിൽ ശ്രദ്ധ നേടി രാഹുൽ ഗാന്ധി. സ്പീക്കറെ തിരഞ്ഞെടുത്ത ശേഷം സ്പീക്കറെ ആനയിക്കാനെത്തിയതും തുടർന്ന് നടത്തിയ പ്രസംഗത്തിനും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ ഒന്നാകെ പിന്തുണ ലഭിച്ചു. അതേസമയം കൂടിയാലോചനകളില്ലാതെയാണ് രാഹുലിന് സോണിയാഗാന്ധി പ്രതിപക്ഷ സ്ഥാനം നൽകിയതെന്നും ഇത് ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്നും BJP പ്രതികരിച്ചു. കനത്ത മഴയിൽ ഇടുക്കി ജില്ല അതീവ ജാഗ്രതയിലേക്ക്. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാനുള്ള മുന്നൊരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കല്ലാർകുട്ടി ഡാമിലെ ഷട്ടറുകൾ തുറക്കുന്നതിന് അനുമതി നൽകി. മുതിര, പുഴയാർ, പെരിയാർ തീരങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കാലവർഷം കനത്തതോടെ വൈദ്യുതി അപകടങ്ങളിൽ പെടാതിരിക്കാൻ തികഞ്ഞ ജാഗ്രത അനിവാര്യമാണെന്ന് KSEB മുന്നറിയിപ്പ്. ലൈനുകളോട് തൊട്ടുകിടക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റാനും അതുപോലെ തന്നെ സർവീസ് വയർ, സ്റ്റേ വയർ, വൈദ്യുതി പോസ്റ്റുകൾ എന്നിവയെ സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ലോഹ ഷീറ്റിന് മുകളിൽ സർവീസ് വയർ കിടക്കുക, സർവീസ് വയർ ലോഹത്തൂണിൽ തട്ടിക്കിടക്കുക എന്നിവയിൽ നിന്ന് വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ KSEB സെക്ഷൻ ഓഫീസിൽ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ പലപ്പോഴും KSEB ഫോണുകൾ മാറ്റിവെക്കുന്നതായും പരാതികൾ അറ്റൻഡ് ചെയ്യാറില്ലെന്നും വ്യാപകമായി പരാതിയുണ്ട്. മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഉയരുന്ന കടുത്ത വിമർശനങ്ങളിൽ അന്താളിച്ച് CPM സംസ്ഥാന നേതൃത്വം. പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് പോലും ചോർന്നതിൽ പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന പൊതുവിലയിരുത്തലാണ് ജില്ലാ നേതൃത്വ യോഗങ്ങളിൽ പോലും ഉയരുന്നത്. 28-ന് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിശിതമായ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെയും ഉയർന്നേക്കും. BJP നേതാവുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ EP-ക്കെതിരെ പാർട്ടിയുടെ അച്ചടക്കം നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. മഴ ശക്തമാകുന്നതിനാൽ അടുത്ത 3 ദിവസം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരവരുടെ അധികാര പരിധിയിൽ വിട്ടു പോകരുതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. അവധിയെടുത്തിട്ടുള്ളവർ ഈ ദിവസങ്ങളിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കണം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വീതം ജില്ലകൾക്ക് കൈമാറിയിട്ടുണ്ട്. ആവശ്യം വരുന്ന മുറയ്ക്ക് വില്ലേജുകൾക്ക് നടപടിക്രമം പാലിച്ച് ഫണ്ട് കൈമാറാൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി.
നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. എം വിജിനാണ് നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച വിഷയം അവതരിപ്പിച്ചത്. വലിയ ക്രമക്കേടുകളാണ് പരീക്ഷയിൽ നടന്നതെന്ന് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങൾ വിമർശിച്ചു. സമഗ്ര അന്വേഷണം വേണമെന്നും വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ചുമതലയേറ്റ 2023 ജൂലൈ 1 മുതൽ 2 വർഷത്തേക്കായിരുന്നു നിയമനം നിശ്ചയിച്ചത്. എന്നാൽ അടുത്ത മാസം 31-ന് വിരമിക്കാനിരിക്കെയാണ് മന്ത്രിസഭാ യോഗത്തിൽ കാലാവധി നീട്ടി നൽകാൻ തീരുമാനിച്ചത്. 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഇന്ന് ആരംഭിക്കും. 900 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. ജൂൺ മാസത്തെ പെൻഷനാണ് ഇന്ന് മുതൽ നൽകുന്നത്. ഇനി 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി ബാക്കിയുണ്ട്. സർക്കാർ ആശുപത്രികളിലെ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വിപുലീകരിക്കുന്നതിനായി 2,19,73,709 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്കായാണ് തുക അനുവദിച്ചത്. ചെലവുള്ള അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കൂടുതൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. യാത്രക്കാരുടെ എണ്ണത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 2 മാസത്തിലെ കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തിയത്. മെയ് മാസത്തിൽ ആകെ 4,44,000 യാത്രക്കാരാണ് തിരുവനന്തപുരം വഴി യാത്ര ചെയ്തത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായ പ്രൊഫസർ KV തോമസ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ GST മന്ത്രിമാരുടെ യോഗത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളും കേരള സർക്കാർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസുമായി യാതൊരു പ്രശ്നവുമില്ലെന്നും മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ ആശയക്കുഴപ്പമുണ്ടാക്കരുതെന്നും കടകംപള്ളി സുരേന്ദ്രൻ MLA. ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥ മാത്രമാണ് താൻ ചൂണ്ടിക്കാണിച്ചതെന്നും മന്ത്രി ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.